സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ 500 അടുത്ത് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടും ലൈക്കും ഒക്കെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. എന്നാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു മിനിരത്ന കമ്പനിയാണ്. ഇന്ത്യയിലുള്ള എയർപോർട്ടുകളെ മാനേജ് ചെയ്യുന്നത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ വ്യോമ ഗതാഗതം മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അതിലേക്കാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇതിലേക്ക് ഇപ്പോൾ സെലക്ഷൻ എന്ന് വെച്ചാൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ത്രൂ ഗേറ്റ് 2024 എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ തരാം കേട്ടോ. ലിങ്ക് www.ai.aero എന്നുള്ളതാണ് വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് പോസ്റ്റുകളൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ, 3 വേക്കൻസി ഉണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ 90 വേക്കൻസി ഉണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ 106 വേക്കൻസി ഉണ്ട്. അടുത്തതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് 278 വേക്കൻസി ഉണ്ട്. അടുത്തതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി 13 വേക്കൻസി. പിന്നീട് എന്താണ് അത്രയും വേക്കൻസികളുണ്ട്. ഏകദേശം 500 അടുത്ത് വേക്കൻസികൾ വരുന്നുണ്ട്. ഓരോന്നിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആണ് ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ. നിങ്ങൾ ആർക്കിടെക്ചറിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ പിന്നീട് ഗേറ്റ് എക്സാമിൽ പേപ്പർ കോഡ് AR നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നെക്സ്റ്റ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇൻ സിവിൽ, ആ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഗേറ്റ് എക്സാമിൽ പേപ്പർ കോഡ് CE അറ്റൻഡ് ചെയ്യണം. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ എന്നിവയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഗേറ്റ് എക്സാമിൽ പേപ്പർ കോഡ് EE അറ്റൻഡ് ചെയ്യണം. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇലക്ട്രോണിക്സ് അപ്ലൈ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം. പിന്നെ ഗേറ്റ് എക്സാമിൽ പേപ്പർ EC അറ്റൻഡ് ചെയ്യണം. അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി, നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരിക്കണം. പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരിക്കണം. അല്ലെങ്കിൽ MCA മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് കഴിഞ്ഞവരായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഗേറ്റ് പേപ്പർ CS പേപ്പർ അപ്പിയർ ചെയ്യണം നിങ്ങൾ. ഓക്കെ, അതിൽ അപ്ലൈ ചെയ്തവർ ആയിരിക്കണം. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് നോക്കാം. മാക്സിമം ഏജ് ലിമിറ്റ് 27 വയസ്സാണ് 1/5/2024 അടിസ്ഥാനത്തിൽ. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ ആപ്ലിക്കേഷന് ഓപ്പൺ ആവുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. മെയ് 1-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വെബ്സൈറ്റാണ് www.ai.aero എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ റെമ്യൂണറേഷൻ ഒന്ന് നോക്കാം. പേ സ്കെയിൽ വരുന്നത് 4 ലക്ഷം രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് സാലറി വരുന്നത്. പിന്നീട് മറ്റ് അലവൻസുകളും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരിക്കും. സെലക്ഷൻ പ്രൊസീജിയർ ഗേറ്റ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഗേറ്റ് 2024 അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾ ഗേറ്റ് എക്സാം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അപ്പിയർ ചെയ്യണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിൽ സെലക്ഷന് നിങ്ങളെ പരിഗണിക്കപ്പെടുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അത് മസ്റ്റാണ്. പിന്നീട് ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നോക്കാനുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നോടിയായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഗേറ്റിന് അപ്ലൈ ചെയ്യുക. പിന്നെ അതിനുശേഷം ഇവരുടെ വെബ്സൈറ്റ് വഴി AIയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് വഴി www.aero അവരുടെ AI.aero എന്നുള്ള വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫ് ഇമേജിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫ് ഇമേജ് 3 മാസത്തിൽ മുന്നേ എടുത്തത് ആവാൻ പാടില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കണം എന്നർത്ഥം. ഫോട്ടോഗ്രാഫ് വരുന്നത് 200x230 പിക്സലായിരിക്കണം. അതായത് 20 GB തൊട്ട് 50 GB വരെയാണ് മാക്സിമം ഡയമെൻഷൻസ് അല്ലെങ്കിൽ മാക്സിമം സൈസ് പറയുന്നത്. സിഗ്നേച്ചറും പറയുന്നുണ്ട് 140x60 പിക്സൽസിലായിരിക്കണം സിഗ്നേച്ചർ. 10 GB തൊട്ട് 20 GB വരെയാണ്
ബ്ലാക്ക് ഇങ്ക് പെന്നുകൊണ്ട് ഇട്ട ഒപ്പായിരിക്കണം. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 300 രൂപയാണ്. SC ST PWBD കാൻഡിഡേറ്റ്സിന് ഫീസിൽ അല്ലെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസില്ല. ബാക്കി എല്ലാവരും 300 രൂപ ഫീസ് അടയ്ക്കണം. ഓക്കെ, എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് പറയാം, www.aai.aero എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.